വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അയ്യോ, എനിക്കറിയാം എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. എന്താ ഇവിടെ വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷം പനിയൊക്കെ പിടിവിട്ടു. കഴിഞ്ഞ വീക്കെൻഡ് മൊത്തം ആദ്യക്ക് വയ്യായ്മയായിരുന്നു. ആദ്യം ഒന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ അത് എനിക്കായി. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എനിക്ക്, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. സോ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സോ ഹൗ എ സിക്ക് ഡേ ഇൻ മൈ ലൈഫ് ലുക്സ് ലൈക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗ്രോസറി ഒന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് പാല് കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചൂട് ചായ കുടിക്കണം എന്ന്. എനിക്ക് കട്ടൻ ചായ മാത്രമേ കുടിക്കാൻ പറ്റും. കുറച്ച് കട്ടൻ ഉണ്ടാക്കാം. ഈ കട്ടൻ ചായയും ഞാനും തമ്മിൽ പഴയൊരു ബന്ധമുണ്ട്. ഞാൻ പണ്ട് കട്ടൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഒരു നല്ല പ്രായം വരെ ഞാൻ കട്ടൻ ചായ കുടിക്കാറുണ്ടായിരുന്നില്ല. മെയിനായിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല, ആരോ എന്നോട് പറഞ്ഞു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ കറുത്തു പോകുന്നു. എനിക്കൊന്ന് ആ ഒരു സമയത്തൊക്കെ കറുപ്പ് എന്ന് പറയുന്നത് ഒരു അഭംഗിയായിട്ടുള്ളൊരു കളറായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. പിന്നെ എന്തായപ്പോൾ ബോധം വെച്ചു, വിവരം വെച്ചു, ഇതൊക്കെയുള്ള സാഹസം ചെയ്തതാണ്. ചായപ്പൊടി മറന്നു. രാവിലെ എനിക്ക് ബെഡ് സെറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ ഇറിറ്റേഷനാണ്. ആദ്യം ചെയ്യാറില്ല ഇത്. ദിസ് ഇസ് നോട്ട് ആദ്യസ് ഡിപ്പാർട്ട്മെന്റ്. ആദ്യം എപ്പോഴും പറയും വീടായിരിക്കണം, വീട് മ്യൂസിയം പോലെയല്ല, ഒരാൾ ഇവിടെ താമസിച്ച പോലെ ഉണ്ടാവണം എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എണീറ്റ് കഴിഞ്ഞ് ഈ ബെഡ് ശരിയാക്കിയില്ലെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇറിറ്റേഷൻ രാവിലെ തന്നെ. ഈ ഇടയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യൽ ഒരു പതിവായിട്ടുണ്ട്. എനിക്കറിയത് അത്ര നല്ല ശീലമൊന്നുമല്ലാന്ന്, പക്ഷേ എന്തെല്ലോ കാരണം കൊണ്ട് എനിക്കിപ്പോൾ അധികം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ മരുന്നും കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ആദ്യം നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വസന്തഭവനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ. അയ്യോ, ആൾ ചായയും കൂടി എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പാവം, ആദ്യമാണ് ഓർഡർ ചെയ്തത്. സോ നമുക്കിനി പോയി കുറച്ച് ഭക്ഷണം കഴിക്കാൻ, എന്നിട്ട് വേണം മരുന്ന് കുടിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നെറ്റ്ഫ്ലിക്സ് വെച്ചിട്ടുണ്ട്. വീട്ടിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് വേണമല്ലോ തിന്നാൻ. ഇത് എൻ്റെ ഫുഡിൽ കയറ്റി കയറാൻ വരുന്ന കൊക്കോ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് എ കോഫി പേഴ്സൺ. എനിക്ക് ചായ തന്നെയാണ്, പക്ഷേ ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ ആസ്വദിച്ച് കുടിക്കുന്ന ഒന്നാണ് ഫിൽറ്റർ കോഫി. ഐ ലവ് ഫിൽറ്റർ കോഫി. എനിക്ക് മറ്റേ അമേരിക്കാനോ, ക്യാപ്പച്ചിനോ, ലാറ്റെ, സ്റ്റാർബക്സിലെ കോഫി എനിക്കിതൊന്നും സെറ്റ് ആവില്ല. ഐ ആം എ ഫുൾ ഓൺ ചായ പേഴ്സൺ. ദിസ് ഇസ് ആനന്ദം ബ്രൂവിൽ ആരംഭിക്കുന്നു. ആ ഒരു വൈബ്. നല്ല കോഫി. ഞാൻ ദോശനെക്കാളും കൂടുതലൊരു ഇഡ്ഡലി പേഴ്സൺ ആണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് എൻ്റെ 25 വർഷത്തെ ജീവിതത്തിൽ, ഞാൻ 25 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. എൻ്റെ 25 ഇയേഴ്സിൽ ഞാൻ കഴിക്കാത്ത അത്രയും ദോശ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് അവിടെ എല്ലാവർക്കും മെജോറിറ്റി ദോശയാണ് ഇഷ്ടം. സോ ബ്രേക്ക്ഫാസ്റ്റ് അധികവും ദോശയായിരുന്നു. അപ്പം ഇനി എനിക്ക് ചെയ്യാനുള്ളത് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് വോണ്ട് ടു ക്ലീൻ മൈ ഹൗസ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് ഐ ഷുഡ് ബി ഡൂയിങ് വിത്ത് ഓൾ ഓഫ് ദിസ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ വയ്യാത്ത സമയത്ത് പോയി കുറേ നേരം കിടക്കുക എനിക്ക് പറ്റില്ലെങ്കിൽ രാവിലത്തെ ഒരു സമയത്ത് ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് കിടക്കാൻ പറ്റില്ല. എത്ര പനിച്ച് വിറച്ച് തുള്ളിക്കഴിഞ്ഞാലും എനിക്ക് ആ റെസ്റ്റ് ഫുള്ളായിട്ട് അത് നോട്ട് മൈ തിങ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എന്തായാലും വിഷു വരികയാണ് അടുത്ത ആഴ്ച. അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ്.
പക്ഷേ എനിവേസ് നമുക്കിനി നെക്സ്റ്റ് പരിപാടി, ഇപ്പം ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ഞാനപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് മെഡിസിൻസ് കഴിക്കാം. ഓൾറെഡി ആദ്യയുടെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്, ലൈക്ക് ദ നോർമൽ കോൾഡ് വൺ. അത് ഡോക്ടർ ഒന്ന് പോയപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം കാണിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തനിക്കായിരിക്കും, അപ്പോൾ എന്തായാലും ഒന്ന് പ്രിക്കോഷൻ ഒക്കെ എടുത്തോളൂ എന്നുള്ള രീതിക്ക്. സോ ലൈഫിൽ എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് ഈ ഒരു ആവി പിടിക്കുന്ന സാധനം. ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ഹെൽപ്ഫുൾ. ആർക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യമാണ് ആവി പിടിച്ചാൽ മതി. കാരണം എനിക്ക് ആവി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓരോ തവണ ആവി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് പോലെ, എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു എനർജിയൊക്കെ വന്നൊരു ഫീലിംഗ് എനിക്ക് ആവി പിടിക്കുമ്പം. പണ്ടൊക്കെ നമ്മൾ ഈ പുട്ടും കുറ്റിയിൽ എന്താ പറയുക, അമ്മ തുളസിയും പിന്നെ അങ്ങനത്തെ സംഭവമൊക്കെ ഇട്ടിട്ടാണ് ആവി പിടിക്കുക. അത് പിടിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ നമ്മളിവിടെ പുട്ടും പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കുറച്ച് മരുന്നുണ്ടേനു, അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നുണ്ടായത്. ഞാൻ ഇതിനായിട്ട് വീണ്ടും ഡോക്ടറെ കാണിക്കാൻ നിന്നിട്ടില്ല, കാരണം ഓൾറെഡി എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ വന്നുകൊണ്ട് തന്നെ ഇത് എനിക്കും വരുമെന്ന്. സോ ഈ ഒരു മരുന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ മരുന്ന് തന്നെ വന്ന് കുറച്ചായപ്പോൾ തന്നെ കുടിക്കാൻ തുടങ്ങി. പൊതുവേ ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ മുടിയെല്ലാം ഒന്ന് ഒതുക്കി സെറ്റെല്ലാം ആവാൻ നോക്കലുണ്ട്. കാരണം എനിക്ക് എന്താ പറയുക, നമ്മളെ തന്നെ കുറച്ചൊന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ദിവസം ഒന്ന് വൃത്തിക്ക് നടക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എനിക്ക്. പക്ഷേ ഈ ജലദോഷമോ പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജസ്റ്റ് ഒന്ന് മുടി ചീകാൻ വരെ. പക്ഷേ എന്നിരുന്നാലും ഞാൻ എന്താ പറയുക, മുടിയെല്ലാം സെറ്റാക്കിയിട്ട് ഓരോ പണിയിലേക്ക് കടന്നു. ഫസ്റ്റ് കുറേ വാഷ് ചെയ്യാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വാഷ് ചെയ്തിട്ടെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കൽ അല്ലെങ്കിൽ ബോഡിക്കൊരു റെസ്റ്റ് കൊടുക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ വെച്ചിങ്ങനെ അല്ലറ ചില്ലറ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ദിവസം അങ്ങ് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി എനിക്ക് വീടൊക്കെ ക്ലീൻ ആക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടില്ല. ലൈക്ക് റിയലി ഡ്രെയിൻഡ് എന്ന് പറയാം. പക്ഷെ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ വിചാരിച്ചത് എനിക്ക് എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇറ്റ്സ് വെരി ടയറിങ്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. മൈ ബോഡി ഈസ് ലൈക്ക് ഡ്രെയിൻഡ്. കുറേ വെള്ളം കുടിച്ചു. ഐം ജസ്റ്റ് ലൈയിങ് ഹിയർ ആൻഡ് വാച്ചിങ് എ ഷോ കോൾഡ് ആസ് ദ അമേരിക്കൻ ഫാമിലി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ കുറച്ച് ക്ലിപ്പറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് ഐ വിൽ വാച്ച് ഇറ്റ്. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം എത്തും. ഇന്ന് ഫ്രൈഡേ ആണ്. സോ ഹി ഹാസ് ലൈക്ക് ടിൽ 11:30. അപ്പോൾ ഒരു 1 ഒക്കെ ആകുമ്പോൾ ആദ്യം വരുമായിരിക്കും. ദെൻ വിൽ സി. മിസ്റ്റർ ആദിത്യ സജീവ് ഇസ് ബാക്ക് ഫ്രം വർക്ക്. ഇനി 1:30 സമയം. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ നമ്മൾ ഒരുമിച്ച് ചെയ്യും. ബിക്കോസ് വി ആർ എ ടീം. ലുലു ഓർഡർ ചെയ്യണം, ഗ്രോസറി, ദസ് നത്തിങ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ. എൻ്റെ ഷോ ഞാൻ ഈ സോഫയിൽ നിന്ന് അനങ്ങിയിട്ടില്ല. ദോ ഐ വോണ്ട് ടു ഡു സോ മെനി തിങ്സ്. പക്ഷെ എനിക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ എനിവേസ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഇരുന്ന് പോലെ ഉണ്ടാവും. പക്ഷെ കുറച്ചായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ആദ്യം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് എന്തോ ഒരു സിനിമയോ സീരീസോ എന്തോ വെച്ചിട്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടായേ. എന്തെങ്കിലും എല്ലാം കാണാണ്ട് ഇങ്ങനെ തൊണ്ടേൻ്റെ എന്താ പറയുക അടിയിലേക്ക് ഇറങ്ങൂല ഫുഡ്. ആ ഒരവസ്ഥയാണ്. റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പനിക്കുന്നതെല്ലാം പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ചെറിയൊരു ചൂടുണ്ടായിരുന്നു, പക്ഷേ കാര്യമായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നാൽ പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ ആ ഒരു ഉറങ്ങാൻ പോയ ഞാൻ പിന്നെ എണീക്കുന്നത് വൈകുന്നേരം ഒരു 6-6:45 തോന്നുന്നു. എണീറ്റിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് കുറച്ച് നേരം നോക്കി ഇന്ന് സൺസെറ്റെല്ലാം ഇങ്ങനെ ആകുന്നേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും പണിക്കെല്ലാം പോയ ആൾക്കാരെല്ലാം തിരിച്ചു വരുന്നൊരു സമയമാണ്. ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ ജലദോഷം കുറച്ച് മൂർദ്ധക്യാവസ്ഥയിൽ എത്തിത്തുടങ്ങി. എനിക്ക് തുമ്മലും തലവേദനയൊക്കെ വീണ്ടും വന്നു. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസറി കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഓർഡർ ചെയ്യുന്ന പരിപാടി തുടങ്ങിയതിന് ശേഷം ഗ്രോസറിൻ്റെ ഉള്ളിൽ കാലുകുത്താൻ ഭയങ്കര മടിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഗ്രോസറി പോയിട്ട് നേരിട്ട് സാധനങ്ങൾ എടുക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് താല്പര്യം. പക്ഷേ ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്, എസ്പെഷ്യലി സുഖമില്ലാത്ത സമയത്ത്. വൈകുന്നേരം ആയപ്പോൾ രണ്ടാളെയും വീട്ടിലെല്ലാം വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഈ അസുഖമെല്ലാം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരാന്ന് ചോദിക്കുമ്പോൾ വീടും വീട്ടുകാരോ. കാരണം നമ്മൾ എത്ര നമ്മുടെ പാർട്ട്ണർ നമ്മളെ നല്ലോണം നോക്കുന്നു, അല്ലെ നമ്മളെ നല്ലോണം നോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ അമ്മയോ അല്ലെ നമ്മളെ അച്ഛനോ നമുക്ക് വയ്യാണ്ടിരിക്കുമോ നമ്മളെ നോക്കുന്ന പോലെ ഒരിക്കലും ആവില്ല. അത്
ചിലപ്പോൾ അവരങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും അവരും ചെയ്യുന്നുണ്ടാകും. നമുക്ക് വേണ്ടി മരുന്ന് എടുത്തിരുന്നു, കറക്റ്റായിട്ട് ഫുഡ് തരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് അടുത്തിട്ട് എന്തെങ്കിലും ചോദിക്കുന്നു. പക്ഷേ ആ ഒരു കെയറും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പേസിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിങ് അത് എപ്പോഴും മിസ് ചെയ്യും. എനിക്ക് വീട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ തോന്നുമ്പോഴല്ല. ഞാൻ അധികവും ജലദോഷമെല്ലാം പിടിക്കുമ്പോൾ എപ്പോഴും അമ്മ പറഞ്ഞ ഒരു സംഭവമുണ്ട്, അതെപ്പോഴും കുടിക്കും. അത് കുടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഭേദമാകുന്ന പോലെ തോന്നലുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുനാരങ്ങ നീരും അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും വെച്ചിട്ട് കുറച്ചിങ്ങനെ കലക്കിയിട്ട് ഒരു പേസ്റ്റല്ല, ഒരു സെമി എന്താ പറയുക ഒരു ലിക്വിഡ് പോലെ ആക്കുക. അധികം കട്ടിയും പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല, ആ ഒരു രീതിക്ക്. അപ്പം അത് കുടിക്കുക. അത് കുടിച്ച് കഴിയുമ്പം എന്താ പറയുക നല്ലൊരു ത്രോട്ടിൻ്റെ ആ ഒരു സംഭവം എല്ലാം കൊണ്ടും എനിക്ക് എന്താ പറയുക, എനിക്ക് ജലദോഷം പിടിക്കുന്നതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് എനിക്കതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോയൊരു കാര്യമാണ് രാവിലെ അലക്കാനിട്ട സാധനം ആറിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സന്ധ്യ ആയാലാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായി. അപ്പം തന്നെ ഞാനെടുത്ത് അത് എല്ലാം ആറിയിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ പണിയും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താ പറയുക ഭയങ്കര ഉത്സാഹത്തിലിരുന്നാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോഡി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയ ഒരു ഫീലിംഗ്. എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ആ ഒരു ക്ഷീണം എനിക്ക് കുറച്ച് കഴിഞ്ഞിന് ഒന്ന് മാറി, ഒന്ന് എന്താ പറയുക എൻ്റെ തലയിലൊന്ന് സെറ്റാകാൻ വേണ്ടി. ഞാനങ്ങനെ വയ്യാണ്ടാകുമ്പം കഞ്ഞി കുടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആദ്യം നേരെ മറിച്ചാണ്. ആദ്യം എന്തെങ്കിലും വയ്യായ്മ വന്നാൽ ഫസ്റ്റ് വേണ്ടത് കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് എന്തായാലും പത്തിരിയും മുട്ടക്കറിയെല്ലാം ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പത്തിരിക്ക് കുഴക്കാനെല്ലാം വേണ്ടിയിട്ട് റെഡിയാക്കി എല്ലാ സാധനമെല്ലാം വെച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. അപ്പം ഞാനങ്ങനെ പത്തിരിക്ക് വേണ്ടിയിട്ട് കുഴക്കലും പരിപാടിയല്ലേനു. ആദ്യം അന്നേരേ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് നമുക്ക് ഓർഡർ ചെയ്താൽ പോരെ, സുഖമില്ലാത്ത സമയത്ത് ഇതെല്ലാം ചെയ്യണമെന്നല്ല. പക്ഷെ ഞാനിതൊക്കെ എന്തൊരു ജലദോഷമല്ലേ എന്നുള്ളൊരു എന്താ പറയുക ഒരു മട്ടിൽ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സിമ്പിൾ ഒക്കെ എന്താ പുഷ്പം പോലെ ചെയ്യാമെന്നുള്ളൊരു ഫീലിങ്ങിൽ ഞാനിങ്ങനെ എല്ലാം സെറ്റാക്കി ആ ഒരു കോൺഫിഡൻസോടെ എല്ലാം ചെയ്ത് വെച്ചതായിരുന്നു. പണീൻ്റെ ഇടയ്ക്കാണ് അച്ഛനും മോൻ്റെ ഈ വിക്രസ് കാണുന്നത്. കൊക്കോ കുറച്ചധികം പ്ലേഫുള്ളാണ് സാഷേനെക്കാളും. അപ്പോൾ കൊക്കോൻ്റെ അടുക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ആദ്യം നിന്ന് കൊടുക്കും കൊക്കോനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായതിനു ശേഷം ഞാൻ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ. അങ്ങനെ OCDൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടും എനിക്ക് വീടെല്ലാം ഭയങ്കരമായിട്ട് ക്ലീനായിട്ട് എല്ലാം ഒതുക്കിയിട്ടും കാണാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനോ എൻ്റെ മൂഡാകെ അത് ഭയങ്കര എന്താ പറയുക ഡിസ്റ്റർബിങ് ആക്കും. അപ്പോൾ ഞാൻ തന്നെ നൈറ്റ് ആയാലും കുഴപ്പമില്ല, എല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഹോളും ബെഡ്റൂമും ഒക്കെ ഒന്ന് വാക്യൂം ചെയ്യാൻ നിന്നേനു. ഈ ഒരു സമയത്ത് ആദ്യം ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെല്ലാം ഇപ്പം ചെയ്യണോ പിന്നെ ചെയ്താൽ പോരെ, അടുത്ത ആഴ്ച നമുക്ക് ക്ലീനിങ്ങിന് ആളെ വിളിക്കാമെന്നല്ലോ. നമ്മൾ യൂഷ്വലി ഒരു 2 വീക്സ് എല്ലാം കൂടുമ്പോൾ ആളെ വിളിക്കില്ല ചെയ്യല്, ജസ്റ്റ് ലൈഫ് എന്നല്ലോ. പക്ഷേ ഈ വീക്ക് നമുക്ക് രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ചു ഓക്കെ ഇനി ആരെങ്കിലും വിളിച്ചിട്ട് അവർ തന്നെ അവർക്കും കൂടി ഇത് പടർത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് വീണ്ടും വയ്യായ്മ പോലെയായിട്ട് ഞാൻ അവിടെ പകുതി വെച്ച് നിർത്തി. പിന്നെ അതിൻ്റെ തലക്കം കിട്ടുകൊടുത്തു. ഇതിനല്ലേ നമ്മൾ കല്യാണം കഴിച്ച് ഇവരെ കൊണ്ടുവന്നേ. ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഇതിലൊക്കെ നേരത്തെ കുഴച്ചൊക്കെ വെച്ചു. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കെട്ടിയനോട് പറഞ്ഞ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഗൈസ്, പനി പിടിച്ചാലും കഞ്ഞി കുടിക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അലോബേറിട്ടുന്ന ഫുഡ് വാങ്ങി കഴിക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് യൂഷ്വലി അലോബേറിൻ്റെ നല്ല ഫുഡാണ്, അവരുടെ ഗ്രില്ലൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്ന ഫുഡ് ഭയങ്കര തണുത്തിട്ട് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. മേ ബി എനിക്ക് അസുഖം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയതാണോ എന്നും കൂടി അറിയില്ല. കാരണം ആദ്യം സെയിം ഫീലിങ്ങിനും ഉണ്ടായി. രണ്ടാൾക്കും പിന്നെ എന്താ പറയുക വയ്യായ്മ ആയതുകൊണ്ട് പിന്നെ പറയാനില്ലല്ലോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്കിൻ കെയർ കലാപരിപാടികളിലേക്ക് കടക്കാൻ വിചാരിച്ചു. ഞാൻ ഈ അടുത്താണ് ഈ ഗുവാഷ പരിപാടി, അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു, ഗുവാഷ ആ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയത്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സുഖം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൊണ്ടുള്ള എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആ കൂടെ ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ ഓൺ ആൻഡ് ഓഫ് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പോയി കിടക്കണം. ലൈക്ക് റിയലി ടയേർഡ്. ഐ ഫീൽ റിയലി സിക്ക്. ആ കൂടെ ഒരു സുഖക്കുറവ്. അപ്പം എന്നാൽ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു സുഖമില്ലാത്ത സമയത്ത് വീട്ടിൽ ചെയ്യുന്ന കാര്യം പ്രാക്ടിക്കലി നത്തിങ്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. സോ ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് ഇറ്റ്. സോ ഇനിയൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടൂഡിൽസ്.